ഹായ്, വെൽക്കം ടു ശ്രദ്ധ ലേണിംഗ് സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന് തൊട്ട് ഗണിതമഞ്ജരിയുടെ ഓരോ ക്ലാസ്സസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറിയന്റിങ് യുവർ സെൽഫ് ദ യൂസ് ഓഫ് കോർഡിനേറ്റ്സ്. വലിയ ഹെഡിങ് ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ, സംഭവം വളരെ സിമ്പിൾ ആണ്. അതായത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോർഡിനേറ്റ് ജോമെട്രി ആണ്. എന്താണെന്നൊന്നും അറിയത്തില്ലായിരിക്കുമല്ലോ, ഒരു കുഴപ്പമില്ല, നമുക്ക് പഠിച്ചെടുക്കാം കേട്ടോ. അതായത് നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്. ഈ ബോർഡ് എല്ലാവരും കണ്ടല്ലോ. ഈ ബോർഡിൽ ഞാൻ ജസ്റ്റ് ഒരു പോയിന്റ് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഞാൻ എന്ത് ചെയ്തു? പോയിന്റ് മാർക്ക് ചെയ്യാം. നിങ്ങൾ എല്ലാവരും കണ്ണടച്ചിരിക്കാന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇട്ടിരിക്കുന്ന പോയിന്റ് എവിടെ ഇട്ടിരിക്കുന്നതെന്ന് പറയാനായിട്ട് കഴിയുമോ? കണ്ണടച്ച് നിങ്ങൾ ഇരിക്കുക. നിങ്ങൾ ഈ പോയിന്റ് എവിടെ ഇട്ടിരിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴും എന്ത് സംഭവിച്ചു? ഈ പോയിന്റ് ഇവിടെ കിടക്കുന്നു. പക്ഷെ എവിടാണെന്ന് കറക്റ്റ് ആയിട്ട് ഒരു ലൊക്കേഷൻ പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ബോർഡിന്റെ ഒരു റൈറ്റ് വശത്തായിട്ട് കുറച്ച് ഒരു ടോപ്പിലായിട്ട് ഇരിക്കുന്നു, അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ കോർഡിനേറ്റ് ജോമെട്രി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ പോയിന്റിന്റെ പൊസിഷൻ പറയാൻ പറ്റും. എന്താ നമ്മൾ ചെയ്യുന്നത്? കറക്റ്റ് ആയിട്ട് എങ്ങനെ ഈ പോയിന്റിന്റെ പൊസിഷൻ നമ്മളെ കൊണ്ട് പറയാൻ പറ്റും. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. എന്താ നമ്മൾ പഠിക്കാൻ പോകുന്നത്? ഒരു പോയിന്റ് എങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഈ പോയിന്റ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട രണ്ട് കാര്യങ്ങൾ. അതിനു മുമ്പ് ഞാൻ പറയട്ടെ, ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ സർഫസിനെ പറയുന്ന പേരെന്താണെന്നറിയാവോ? ഈ സർഫസിനെ നമ്മൾ പറയുന്ന പേരാണ് പ്ലെയിൻ എന്ന്. എന്നാ പറയുന്നേ? പ്ലെയിൻ. ഈ സർഫസിനെ നമ്മൾ പറയും പ്ലെയിൻ എന്ന് പറയും. ഇനി ഇതിന് ഒന്ന് രണ്ട് പേരും കൂടെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ പറഞ്ഞു തരാവേ. അപ്പം ഫസ്റ്റ് പേരെന്ന് പറയുന്നത് പ്ലെയിൻ എന്ന് മാത്രം ഓർത്തിരിക്കാം. ഈ പ്ലെയിനിനെ നമ്മൾ രണ്ട് ലൈൻസ് കൊണ്ട്, ഒരു വെർട്ടിക്കൽ ലൈനും ഒരു ഹൊറിസോണ്ടൽ ലൈനും, ഇങ്ങനെ രണ്ട് ലൈൻ കൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. ഇതിന്റെ പേര് എക്സ് ആക്സിസ്. എന്താ പേര് ഇതിന്റെ? എക്സ് ആക്സിസ് എന്നും, പിന്നെ അതുപോലെ ഈ ആൾക്ക് നമ്മൾ വൈ എന്ന് പേരിടും. ആളുടെ പേരാണ് വൈ ആക്സിസ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ബാക്കിയുണ്ടല്ലോ, ഇങ്ങോട്ട് ബാക്കിയുള്ള ആളെ നമ്മൾ എക്സ് ഡാഷ് എന്ന് വിളിക്കും. ഇങ്ങോട്ട് ബാക്കിയുള്ള ആളെ നമ്മൾ വൈ ഡാഷ് എന്ന് വിളിക്കും. അപ്പൊ ഇതെന്ത് ആക്സിസ് ആണ്? എക്സ് ആക്സിസ്. ഇതെന്ത് ആക്സിസ് ആണ്? വൈ ആക്സിസ്. സോ ഹൊറിസോണ്ടലിനെ നമ്മൾ എക്സ് ആക്സിസ് എന്ന് വിളിക്കും, വെർട്ടിക്കലിനെ നമ്മൾ വൈ ആക്സിസ് എന്ന് വിളിക്കും. ഇനി ഇവിടെ നമുക്ക് ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, ആ ആളെ നമ്മൾ വിളിക്കും ഒറിജിൻ. എന്താ ആളുടെ പേര്? ഒറിജിൻ. ഓക്കെ. ഇനി ഇവിടെ നമ്മൾ 1 2 3 നമ്പർ ലൈൻ എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ നമ്പർ ലൈൻ എന്ന് പറയുന്നത്? നമ്പർ ലൈൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഈ ആരോ ഇടുന്നതിന്റെ പ്രത്യേകത എന്താ? ഈ ആരോ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇടുന്നത്? അതിങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പൊക്കോണ്ടേ ഇരിക്കുക, എൻലെസ് ആയിട്ട് പൊക്കോണ്ടേ ഇരിക്കുക എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആരോ ഇടുന്നത്. ഇവിടെ ഉണ്ടല്ലോ ആ ആരോസ്, എൻലെസ് ആയിട്ട് അത് പൊക്കോണ്ടേ ഇരിക്കുക. എങ്ങനെ നമ്മൾ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യുന്നത്? 0 ഇടും, ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് പോകുമ്പം നെഗറ്റീവ് നമ്പേഴ്സ്, റൈറ്റിലോട്ട് പോകുമ്പം പോസിറ്റീവ് നമ്പേഴ്സ്. ഇങ്ങനെ നമ്മൾ നമ്പർ ലൈൻ റെപ്രസെന്റ് ചെയ്യുമല്ലോ. സെയിം അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യും? നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സ് 1 2 3 അങ്ങനെ പോകും. ഇങ്ങോട്ട് വരുമ്പം നെഗറ്റീവ് നമ്പേഴ്സ് -1 -2 -3 -4 അങ്ങനെ പോകും. ഓക്കെ ആണോ? എക്സ് ആക്സിസിൽ നമ്പർ പ്ലേസ് ചെയ്യുന്ന ഓക്കെ ആണോ എല്ലാവർക്കും? അടുത്തത് വൈ ആക്സിസ്. വൈ ആക്സിസിൽ നമ്മൾ മേലോട്ട് പോകുമ്പോൾ എന്തായിരിക്കും? പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. 1 2 3 4 എന്ന് പറഞ്ഞ് പോസിറ്റീവ് നമ്പേഴ്സ് പോകും. ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിരിക്കും? ഇപ്പം നെഗറ്റീവ് നമ്പേഴ്സ് -1 -2 -3 അങ്ങനെ പോകും. ഇപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ഈ സർഫസ് എന്ന് പറയുന്നത് എന്താ? അത് പ്ലെയിൻ എന്ന് നമ്മൾ അതിനെ വിളിക്കും. ആ പ്ലെയിനിൽ നമ്മൾ രണ്ട് ആക്സിസ് വരച്ചു, എക്സ് ആക്സിസും വൈ ആക്സിസും. ഈ ആക്സിസിന്റെ പ്ലൂറൽ നെയിം എന്താണെന്നറിയാവോ? ആക്സിസ്, AXES. കേട്ടോ, നമ്മൾ XY ആക്സിസ് എന്നാ പറയുന്നത്. ഒന്ന് മാത്രമല്ലെങ്കിൽ സിംഗുലർ നെയിം എന്താ? AXIS. പ്ലൂറൽ നെയിം എന്താ? AXES. മനസ്സിലായോ? അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ. സോ അപ്പൊ നമ്മൾ പഠിച്ചു എക്സ് ആക്സിസ് എന്താ, വൈ ആക്സിസ് എന്താ, അതിലെങ്ങനെയാണ് നമ്പേഴ്സ് പ്ലേസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഒറിജിൻ എന്താന്ന് പഠിച്ചു. ഇതെന്താ? ഇവിടെ 0. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയല്ലോ. ഇനി നോക്കിക്കേ, നമ്മൾ ഈ രണ്ട് ആക്സിസ് വരച്ചു കഴിയുമ്പം എന്തോ സംഭവിക്കും? ഈ ഫുൾ പ്ലെയിൻ ഒരു 4 പാർട്ടായിട്ട് ഡിവൈഡ് ആവത്തില്ലേ? ഇത് ഫസ്റ്റ് പാർട്ട്, നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്.
ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട്, ഫോർത്ത് പാർട്ട്. എന്താ സംഭവിച്ചേ? നമ്മള് ഈ ആക്സിസ് വരയ്ക്കുമ്പം ഈ ആക്സിസ് ആ പ്ലെയിനിനെ 4 ഡിവൈഡ് ചെയ്യും. ഈ 4 പാർട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് ക്വാഡ്രന്റ്. എന്താ പറയുന്നേ? ക്വാഡ്രന്റ്. മനസ്സിലായോ? ഇതിന്റെ പേരാണ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, ഇവിടെ ഈ ഫസ്റ്റ് ക്വാഡ്രന്റ് ഉണ്ട്, ഫസ്റ്റ് ക്വാഡ്രന്റ് ഉണ്ട്, സെക്കൻഡ് ക്വാഡ്രന്റ് ഉണ്ട്, തേർഡ് ക്വാഡ്രന്റ് ഉണ്ട്, ഫോർത്ത് ക്വാഡ്രന്റ് ഉണ്ട്. ഓക്കെ, മനസ്സിലായോ? ഇനി നമ്മൾ എങ്ങനെയാണ് പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നതെന്ന് പഠിക്കാൻ പോകുന്നത്. അതായത് എങ്ങനെ നമുക്കൊരു പർട്ടിക്കുലർ പോയിന്റ് തന്നു കഴിഞ്ഞാൽ അതിനെ മാർക്ക് ചെയ്യാൻ പറ്റും എന്ന് പഠിക്കാൻ പോവാം. അതിനു മുമ്പായിട്ട് നോക്കിക്കേ, നമ്മൾ എങ്ങനെ എഴുതുന്നതെന്ന് അറിയാവോ? നമ്മൾ പോയിന്റ്സിന് എഴുതുന്നത് x,y എന്നുള്ളൊരു ഫോർമാറ്റിലാണ് നമ്മൾ പോയിന്റ്സിന് എഴുതുന്നത്. അതായത് പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെ? x,y. ഇതിന്റെ പേരാണ് എക്സ് കോർഡിനേറ്റ്. ഇതിന്റെ പേരാണ് y കോർഡിനേറ്റ്. രണ്ട് പേരെയും കൂടെ ചേർന്ന് നമ്മൾ പറയുന്ന പേരാണ് കോർഡിനേറ്റ്സ്. മനസ്സിലായോ? ഫസ്റ്റ് ആളെ നമ്മൾ പറയും എക്സ് കോർഡിനേറ്റ്, സെക്കൻഡ് ആളെ നമ്മൾ പറയും y കോർഡിനേറ്റ്, രണ്ട് പേരെയും കൂടെ ചേർന്ന് നമ്മൾ പറയും കോർഡിനേറ്റ്സ് എന്ന് പറയും. ആ പോയിന്റ് കോർഡിനേറ്റ്സ് എന്ന് പറയും. ഇനി എക്സ് കോർഡിനേറ്റിന് വേറൊരു പേരുണ്ട്, y കോർഡിനേറ്റിന് വേറൊരു പേരുണ്ട്. എക്സ് കോർഡിനേറ്റിന്റെ പേരാണ് ആബ്സിസ. എക്സ് കോർഡിനേറ്റിന് വേറെ പേരെന്താ? ആബ്സിസ. y കോർഡിനേറ്റിന് വേറൊരു പേരുണ്ട്, അതുപോലെ തന്നെ ഓർഡിനേറ്റ്. എന്താ അതിന്റെ പേര്? ഓർഡിനേറ്റ്. ഓക്കെ, ഇങ്ങനെ എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യും. ഇനി എങ്ങനെയാ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറയണ്ടേ? നോക്കിക്കേ, എന്തൊക്കെയായിരുന്നു ടേംസ് നമ്മൾ പഠിച്ചേ? നമ്മൾ ഒറിജിൻ എന്ന് പഠിച്ചു, ക്വാഡ്രന്റ് എന്ന് പഠിച്ചു, എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ് എന്ന് പഠിച്ചു, എക്സ് കോർഡിനേറ്റിന്റെ വേറൊരു പേര് ആബ്സിസ പഠിച്ചു, വൈ കോർഡിനേറ്റിന്റെ വേറൊരു പേര് ഓർഡിനേറ്റ് എന്ന് പഠിച്ചു. ഇത്ര ഓക്കെ ആണോ? ഇനി നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യാൻ പോവാം. എനിക്കിപ്പം ഒരു പോയിന്റ് 1,2 മാർക്ക് ചെയ്യണം. 1,2. ഇതിന്റെ എക്സ് കോർഡിനേറ്റ് ആരാ? 1, വൈ കോർഡിനേറ്റ് ആരാ? 2. മനസ്സിലായോ? സോ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 1ഉം വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 2ഉം. നോക്കിക്കേ, എക്സ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഏത് ആക്സിസ് എടുക്കണം? എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ 1 എവിടെയാ? ഇവിടെ അല്ലേ? അവിടുന്ന് ഞാൻ എങ്ങോട്ട് പോകണം? വൈ ആക്സിസിലെ 2ലോട്ട് പോകണം. വൈ ആക്സിസിൽ ഞാൻ ഇങ്ങോട്ട് മേലോട്ട് വരുമ്പം ഇവിടെ വരെ 1 ആയി, ഇവിടെ ഞാൻ എത്തിയപ്പോൾ ആരായി? 2 ആയി. മനസ്സിലായോ? ഈ 2. ഈ പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്? 1,2. മനസ്സിലായോ? എങ്ങനെ മാർക്ക് ചെയ്യേണ്ടതെന്ന്? വേറൊരു ഇത് മാർക്ക് ചെയ്യാം. ഞാൻ അടുത്തത് -1,2 മാർക്ക് ചെയ്യാൻ പോവാം. ഓക്കെ, -1,2. -1 എന്ന് പറയുമ്പോൾ എവിടെ വരും? ഇവിടെ വരും. ഇവിടുന്ന് ഞാൻ എങ്ങോട്ട് പോകണം? 2ലോട്ട് പോകണം. ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു, 2 ഇങ്ങോട്ട് വന്നു, രണ്ടുപേരും കൂട്ടിമുട്ടി ഇവിടെ. ഈ പോയിന്റ് ആണ് -1,2. മനസ്സിലായോ? എങ്ങനെ പോയിന്റ്സ് മാർക്ക് ചെയ്യണമെന്ന് മനസ്സിലായോ? ഇനി നോക്കിക്കേ, ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തപ്പം എക്സ് കോർഡിനേറ്റിന് പോസിറ്റീവ് സൈനും വൈ കോർഡിനേറ്റിനും പോസിറ്റീവ്, രണ്ടും പോസിറ്റീവ് അല്ലേ? ഇതിനും പോസിറ്റീവ്, വൈ കോർഡിനേറ്റും പോസിറ്റീവ്. ഇവിടെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഫസ്റ്റ് നെഗറ്റീവും സെക്കൻഡ് പോസിറ്റീവും വന്നു. അടുത്ത ക്വാഡ്രന്റിൽ പോയ ഇതിന്റെ പേരെന്നായിരുന്നു? പാർട്സിന്റെ പേരെന്നായിരുന്നു? ക്വാഡ്രന്റ്. അടുത്ത ക്വാഡ്രന്റിൽ വന്നേ, ഇങ്ങോട്ട് വന്നപ്പോ നോക്കിക്കേ, എക്സുകളെല്ലാം ആരാ? നെഗറ്റീവാ. വൈകളെല്ലാം ആരാ? അതും നെഗറ്റീവാ. സോ രണ്ടുപേരും ഇവിടെ ആരാ? നെഗറ്റീവ്. അടുത്തതിലോട്ട് പോയേ, ഫോർത്തിലോട്ട് പോയേ, എക്സുകൾ ആരാ? പോസിറ്റീവാ, വൈകൾ ആരാ? നെഗറ്റീവാ. സോ ക്വാഡ്രന്റ് മാറുന്നതിനനുസരിച്ച് എക്സ് ആക്സിസിന്റെ വൈ ആക്സിസിന്റെ സൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്? സോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ പഠിച്ചേ? ഈ ഒരു സർഫസിനെ പറയുന്ന പേരാണ് പ്ലെയിൻ എന്ന്. പ്ലെയിൻ മാത്രമല്ല, അതിന് വേറൊരു പേരുണ്ട്, കാർട്ടീഷ്യൻ പ്ലെയിൻ എന്നും അതിന്റെ പേരുണ്ട്. എന്തോ അതിന്റെ പേര്? കാർട്ടീഷ്യൻ പ്ലെയിൻ എന്നും അതിന്റെ പേരുണ്ട്, XY പ്ലെയിൻ എന്നും അതിന് പേരുണ്ട്. 3 ഡിഫറെന്റ് പേരുകളുള്ള ആളാണ് ആര്? ഈ സർഫസ്. മനസ്സിലായോ? പിന്നെ നമ്മൾ പഠിച്ചു ഈ സർഫസിനെ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും? എക്സ് ആക്സിസ് എന്നും
വൈ ആക്സിസ് എന്നും രണ്ട് ലൈൻ വരച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പർട്ടിക്കുലർ പോയിന്റ്സ് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് ചെയ്യാൻ പറ്റും. പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നത് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ പറയണേ, കമന്റ് ചെയ്യണേ. ഓക്കെ, പോയിന്റ്സ് മാർക്ക് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേ, ഇങ്ങനെ നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു കഴിഞ്ഞാൽ നമുക്ക് 4 പാർട്ടായിട്ട് ഇത് ഡിവൈഡ് ആകും. 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പാർട്സിനെ പറയുന്ന പേരെന്താ? ക്വാഡ്രന്റ് എന്നാണ്. സ്പെല്ലിംഗ് എല്ലാം കറക്റ്റ് ആയിട്ട് പഠിക്കണേ. ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഈ 4 പാർട്സിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ്. ഈ ക്വാഡ്രന്റ് മാറുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സയൻസിൽ ചേഞ്ച് വരും. എക്സ് കോർഡിനേറ്റിന്റെ വേറൊരു പേരെന്നാ? ആബ്സിസ്. സ്പെല്ലിംഗ് പഠിക്കണേ. വൈ കോർഡിനേറ്റിന്റെ വേറൊരു പേരെന്നാ? ഓർഡിനേറ്റ്. രണ്ടുപേരും കൂടെ ചേർത്ത് പറയുന്നത് എന്തോ? കോർഡിനേറ്റ്സ്. ഒരു പർട്ടിക്കുലർ പോയിന്റിന്റെ കോർഡിനേറ്റ്സ്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഒറിജിൻ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ ഇവിടെ. ഈ ഒറിജിന്റെ ഇതെന്നതാ? കോർഡിനേറ്റ്സ് എന്തായിരിക്കും? അതായത് ഒറിജിന്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എന്തായിരിക്കും? എല്ലാവരും ഒന്ന് ആലോചിച്ചേ. ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ, എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും, വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? എക്സ് കോർഡിനേറ്റ് ഇവിടെ 0 ആണ്, വൈ കോർഡിനേറ്റ് ഇവിടെ 0 ആണ്. അപ്പം രണ്ടുപേരും എക്സ് ആക്സിസും വൈ ആക്സിസും ഇന്റർസെക്ട് ചെയ്യുന്ന ഒറിജിന്റെ കോർഡിനേറ്റ്സ് ആരാണ്? 0,0. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.